ആക്ച്വലി നമ്മുടെ വിശ്വാസങ്ങളെ നമ്മുടെ ചരിത്രങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പാട്ടാണ് എന്ന് നമ്മൾ ഭക്തിയിലോട്ട് വന്നപ്പം കുറച്ച് മനസ്സിലായി. മഹാബലിയോ ഭരിച്ചപ്പം മാത്രമേ ഉള്ളൂ സത്യം എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അതിന്റെ ഒരു ധ്വനി അവിടെയാണ്, ഒരു അടുത്ത ധ്വനി. അതേസമയം ഒരു കൂട്ടം മഹാരാജാക്കന്മാര് നമുക്ക് നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. മഹാബലി മാത്രമല്ല, ഭഗവാന്റെ ഭക്തി, ഇവരെല്ലാം ഭഗവാൻ വളരെ ശ്രേഷ്ഠമായ കാര്യവും നമ്മൾ മറന്നുപോകുന്ന കാര്യവും, ഇവരെല്ലാം ഭഗവാന്റെ ഭക്തന്മാരായിരുന്നു. യുധിഷ്ഠിര രാജാവ് ഭഗവാന്റെ ഭക്തനായിരുന്നു. മഹാബലി ഭഗവാന്റെ ഭക്തനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ധ്രുവ മഹാരാജാവ്, പിന്നെ ശ്രീരാമചന്ദ്രൻ തന്നെ, ശ്രീരാമചന്ദ്രൻ ഭഗവാൻ തന്നെ വന്നു ഭരണം കാഴ്ചവെച്ചു. എല്ലാം ധർമ്മിഷ്ഠമായിട്ടുള്ള ഭരണമായിരുന്നു. പിന്നീട് എന്തിനാ ഏറെ പറയുന്നത്, തിരിച്ച് നമ്മൾ ഏറ്റവും ലാസ്റ്റ് തിരുവിതാംകൂർ മഹാരാജാവ് പത്മനാഭദാസനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഓരോ കണക്കുകളും ദിവസവും രാവിലെയും വൈകിട്ടും പോയി ഭഗവാന്റെ അടുത്ത് കണക്ക് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇന്നത്തെ കണക്ക്, വരവ് ചെലവ് കണക്കുകൾ ഇത്രയാണ്, ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പത്മനാഭനോട് പറഞ്ഞിട്ട് ആ പത്മനാഭൻ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അവിടെയാണ് നമ്മൾ അത്തരം ശ്രേഷ്ഠതകളാണ് നമ്മൾ കാണേണ്ടതും. ചിലര് അറിഞ്ഞോ അറിയാതെയോ അത് കാണാതെ പോകുന്നത്. നമ്മൾ ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് ശ്ലോകം, ഏത് ശ്ലോകമാണ് വരുന്നത്? 35 കഴിഞ്ഞു. 35 കഴിഞ്ഞു. സുധീഷ് പറയുന്നതിന്റെ കൂട്ട് ഏതാനും ശ്ലോകങ്ങൾ കഴിയുമ്പോഴത്തേനും നമ്മള് പ്രഥമ അധ്യായം, വളരെ പ്രധാനപ്പെട്ട അധ്യായം തന്നെയാണ് പ്രഥമാധ്യായം. ആ അധ്യായം നമ്മൾ പിന്നിടുകയാണ്. പിന്നെ ഭഗവാന്റെ റോളുകളാണ് അങ്ങോട്ട് കാര്യങ്ങൾ വരുന്നത്. 35 ആണല്ലേ? അടുത്തത് 36 ആണ്. അടുത്ത 36 വളരെ പ്രധാനപ്പെട്ട. 35 നമ്മൾ പറഞ്ഞത് വളരെ ഒരുപാട് ബന്ധുജനങ്ങളെയും എല്ലാരെയും പിന്നെ കൊല്ലുന്നിട്ട് എനിക്ക് എന്തിനാണ് ജനാർദ്ദന, ജനാർദ്ദന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥം പറഞ്ഞെന്താണ്? രക്ഷകനെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അർജുന ഫിലോസഫി പറയുകയാണ്. പാപമേവാശ്രയാസ്മാൻ ആദതായിനക തസ്മാന്നർഹാവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം കത്വ സുഖിന ശ്യാമമാധവം. ഇതാണ് ഇന്ന് എടുക്കേണ്ടത്. ഇന്ന് എടുക്കേണ്ടത്. അതെ. പാപമേവാശ്രയേതസ്മാൻ പാപമേവാശ്രയേതസ്മാൻ. അവന്റെ ഹരേകൃഷ്ണ, ഒരു മിനിറ്റ് ഇന്റർഫിയർ ആവണ്ട. അവന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് കാണണ്ടേ അപ്പൊ മണിലാൽജിക്ക്? കാണാൻ പറ്റില്ലല്ലോ. കാണാം നമുക്ക് അല്ലേ? അതെങ്ങനെ കമ്പ്യൂട്ടർ ഷെയർ ഒരുമിച്ച് വരത്തില്ലല്ലോ, ഒരേ ഷെയറിൽ തന്നെ വരത്തില്ല. ഞാൻ യൂട്യൂബ് ലിങ്ക് ഇട്ട് തരാം, നോ പ്രോബ്ലം. ഞാൻ കുറെ നേരം നോക്കിയായിരുന്നു, മീറ്റിംഗ് കുറച്ച് ലേറ്റ് ആയത്. കറക്റ്റ്. പാപമേവാശ്രയദസ്മാൻ ഹതേതാൻ ആദതായിനഃ പാപമേവാശ്രയദസ്മാൻ ഹതേതാൻ ആദതായിനഃ തസ്മാനർഹാവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സബാന്ധവാൻ
സ്വജനം ഹി ഹതം ഹത്വാ സുഖിനസ്യാമ മാധവ പാപമേവാശ്രയതസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ തസ്മാനർഹാ വയം ഹന്തും ധർത്തരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. ശീലപ്രഭുപാദയ്ക്ക് ജയ്. മാധവ, ഹേ ലക്ഷ്മിപതിയായ കൃഷ്ണ, ആതതായിന വധേച്ചുക്കളാണെങ്കിലും ഏതാൻ ഇവരെ ഹസ്ത്വ കൊന്നിട്ട് അസ്മാൻ ഞങ്ങളെ പാപം ഏവ പാപം തന്നെ ആശ്രയിക്കും തസ്മാ അതുകൊണ്ട് വയം ഞങ്ങൾ സ്വബാന്ധവാൻ സ്വബന്ധുക്കളായ ധാർത്തരാഷ്ട്രരെ ഹന്തും വധിക്കാൻ ന അർഹരല്ല. സ്വജനം ഹത്വ ഉറ്റവരെ കൊന്നിട്ട് കഥം എങ്ങനെ സുഖിനഹ സുഖിക്കുന്നവരായി ശ്യാമഹി ഭവിക്കും. വിവർത്തനം ആവർത്തനത്തോടെ ശീലപ്രഭുപാദയ്ക്ക് ജയ്. സ്മിതമാതാജി. മ്യൂട്ട്. പ്രഭുവിന്റെ മകന്റെ കഴിഞ്ഞോ? കഴിഞ്ഞു 3 മിനിറ്റ്. മ്യൂട്ടാണ് മാതാജി. ഞാൻ വിവർത്തനം വായിക്കാൻ പറഞ്ഞു. ഹരേ കൃഷ്ണ. ഞാനത് മൊബൈല് നോക്കിയതാണ്. മോന്റെ അപ്പൊ വേറെ ഏതോ ഒരു കുട്ടി ഡാൻസ് കളിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശ്രീ പ്രഭുപാദ. ജയ ശ്രീ പ്രഭുപാദ. അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്കുചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്തു നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്ക് ഉചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്തു നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? വളരെ ഒരു ശ്രേഷ്ഠനായ ഒരു സാത്വികനായ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ചോദ്യമാണത്. ഒരു ഭക്തൻ ഒരിക്കലും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പരദുഃഖ ദുഃഖിയാണ്. ഒരിക്കലും ആരെയും ദ്രോഹിക്കാൻ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെയും അർജുനൻ അതാണ് ചിന്തിച്ചത്. ഞാൻ ഭിക്ഷക്കാരനായെങ്കിൽ പോലും എനിക്കൊന്നും വേണ്ട, പക്ഷേ എനിക്ക് ഈ ഗുരുജനങ്ങളെയും ബന്ധുക്കളെയും ഒന്നും ഹിംസിച്ചിട്ട് എന്തിനാ ആവശ്യം? അതിൻ്റെ ഒന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള പാപങ്ങളൊന്നും എനിക്ക് ഏൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഭാവാർത്ഥം പ്രഭുപാദർ എന്താണ് ഭാവാർത്ഥത്തിൽ പറയുന്നത് കൂടി നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. സുമാജി ഫ്രീ ആയോ? ഓക്കെ. ആ ഭഗവത്ഗീതയില് ആ ഭാവാർത്ഥം ഒന്ന് വായിക്കാൻ പറ്റുമോ? വായിക്കാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വൈദിക പ്രമാണങ്ങൾ അനുസരിച്ച് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? എന്റെ വൈഫൈ ഇത്തിരി സ്ലോ ആണ്, കട്ടാവുന്നുണ്ട്. വൈദിക പ്രമാണങ്ങൾ അനുസരിച്ച് അക്രമികൾ 6 കൂട്ടരാണ്. വിഷം കൊടുക്കുന്നവൻ, വീട് തീവെക്കുന്നവൻ, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, ഭൂമി കയ്യേറുന്നവൻ, അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. അത്തരം അക്രമികളെ ഉടനെ വധിക്കണം.
അതുകൊണ്ട് പാപമില്ല. ഏതു സാധാരണക്കാരനും അനുയോജ്യമായ കർമ്മമാണിത്. പക്ഷേ അർജുനൻ അങ്ങനെ ഒരു സാമാന്യ മനുഷ്യനല്ല, സ്വഭാവേന സാത്വികനാണ്. അതുകൊണ്ട് സത്വഭാവോചിതമാവണ്ണം അക്രമികളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നു. ഈ സാത്വികത്വം പക്ഷേ ക്ഷത്രിയന് ചേർന്നതല്ല. ഒരു രാജ്യം ഭരിക്കാൻ ചുമതലപ്പെട്ട ആൾ ആവണം, ഭീരുവാകാൻ പാടില്ല. ഉദാഹരണത്തിന് രാമൻ സത്വശീലനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ കീഴിൽ ജീവിക്കാൻ പ്രജകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം ഒരിക്കലും ഭീരുത്വം കാണിച്ചിട്ടില്ല. തന്റെ ഭാര്യയെ കവർന്നു കൊണ്ടുപോയ അക്രമിയായ രാവണനെ അദ്ദേഹം ലോക ചരിത്രത്തിൽ മറ്റെങ്ങും സംഭവിക്കാത്ത വിധം വേണ്ടുന്ന പാഠം പഠിപ്പിച്ചു വിട്ടു. അർജുനനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പിതാമഹൻ, ഗുരുക്കൾ, സുഹൃത്തുക്കൾ, മക്കൾ, പൗത്രന്മാർ എന്നിവരാണ് അക്രമികളായിട്ടുള്ളത് എന്നൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സാമാന്യമായി അക്രമികളോട് ചെയ്യാവുന്ന കടും കൈകൾ അവരോട് പ്രയോഗിക്കാൻ വയ്യെന്ന് തോന്നിയത്. കൂടാതെ സാത്വികന്മാർ ക്ഷമിക്കേണ്ടവരാണല്ലോ. അടിയന്തരമായ രാഷ്ട്രീയ സ്ഥിതികളേക്കാൾ അത്തരം നിയമനങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. നിയമങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തി സ്വബന്ധുക്കളെ ഹിംസിക്കുന്നതിൽ ഭേദം ധർമ്മത്തിന്റെയും സൽ സ്വഭാവത്തിന്റെയും പേരിൽ അവർക്ക് മാപ്പ് കൊടുക്കുന്നതാണ് നന്നെന്ന് അർജുനൻ കരുതുകയുണ്ടായി. ക്ഷണികവും ശാരീരികവുമായ സുഖത്തിനു വേണ്ടി കൊല്ലുക എന്നതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം കരുതുന്നില്ല. സാമ്രാജ്യങ്ങളും അവയിൽ നിന്ന് നേടുന്ന സുഖങ്ങളും ശാശ്വതങ്ങളല്ലെന്നിരിക്കെ തന്റെ ജീവിതത്തെയും ഭാവിയിൽ ലഭിക്കാവുന്ന മുക്തിയെ തന്നെയും താൻ എന്തിന് ബന്ധുവധം കൊണ്ട് നഷ്ടപ്പെടുത്തണം? ഐശ്വര്യ ദേവതയുടെ നാഥൻ എന്നർത്ഥമുള്ള മാധവനാമം ഇവിടെ കൃഷ്ണനെ പറ്റി പ്രയോഗിച്ചത് വെറുതെയല്ല. ഭാഗ്യദേവതയുടെ നാഥനായ കൃഷ്ണൻ നിർഭാഗ്യത്തിൽ കലാശിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കരുതെന്ന് അർജുനൻ കൃഷ്ണനോട് വ്യക്തമാക്കി. എന്നാൽ കൃഷ്ണൻ തന്റെ ഭക്തന്മാരെ എന്നല്ല ആരെയും വിപത്തിലേക്ക് ഒരിക്കലും നയിക്കാറില്ല. ഹരേ കൃഷ്ണ. അർജുനൻ വളരെ എന്താ പറഞ്ഞേ, വളരെ വലിയ ഫിലോസഫിയാണ് പ്രയോഗിക്കുന്നത്. അതായത് കൃഷ്ണനെ സൈക്കോളജിക്കലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? മാധവ എന്ന് വിളിച്ചു, നേരത്തെ എന്ത് വിളിച്ചു? ജനാർദ്ദന എന്ന് വിളിച്ചു, സംരക്ഷിക്കുന്നവരെ എന്ന് വിളിച്ചു. ഇവിടെ എന്ത് അഭിസംബോധന ചെയ്തു? മാധവ എന്ന് വിളിച്ചു. മാധവ എന്ന് പറഞ്ഞാല് ലക്ഷ്മി ദേവത, ലക്ഷ്മി പതി, ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ്, ഭാഗ്യത്തിന്റെ അധിപതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആള് നിർഭാഗ്യത്തിലോട്ട് എന്നെ നയിക്കരുത്. സൈക്കോളജിക്കലായിട്ടാണ് അർജുനൻ ചോദിക്കുന്നത്. നോക്കണം, നമ്മുടെ റെസ്ട്രിക്റ്റഡ് ബ്രെയിനിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത് മൊത്തം ഈ 1-ാമത്തെ അധ്യായത്തിലോട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലര് പറയാറുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, എന്നെ ആരും പഠിപ്പിക്കാൻ വരേണ്ട. എത്ര അസംബന്ധമാണ്! ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണോ? ഇവിടെ മഹാഭക്തനായ അർജുനന് പോലും തെറ്റുപറ്റുന്നു. അർജുന യുദ്ധം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ പാപികള് വീണ്ടും പാപം ചെയ്തു കൂട്ടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? അപ്പൊ അവിടെ നമ്മൾക്ക് റെസ്ട്രിക്റ്റഡ് ബ്രെയിൻ ആണ് ഉള്ളത്. ഈ റെസ്ട്രിക്റ്റഡ് ബ്രെയിൻ വെച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കരുത്. അതാണ് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത്. നൈമിഷികമായ വിഷമങ്ങൾ വരുമ്പോൾ ലോങ് ടേമിലുള്ള ഭഗവാനെ നമ്മൾ മറക്കരുത്. ലോങ് ടേമിൽ ഭഗവാൻ എന്താണ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. ഔദ്യോഗികമായിട്ട് പലപ്പോഴും നമ്മൾ പഠിക്കാറുണ്ട് ഷോർട്ട് ടൈം സൊല്യൂഷൻ ആൻഡ് ലോങ് ടൈം സൊല്യൂഷൻ എന്നുള്ളത്, ഇല്ലേ? എപ്പോഴും ശാശ്വതം ലോങ് ടൈം സൊല്യൂഷൻ ആണ്. ഷോർട്ട് ടൈം സൊല്യൂഷൻ ആ അന്നേരത്തേക്ക് മാത്രമേ ഉള്ളൂ.
ഇപ്പൊ ഒരിക്കലും ഇപ്പം നമ്മള് മിക്കവാറും നമ്മൾ കസ്റ്റമർ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം സൊല്യൂഷൻ കൊടുക്കുമ്പോൾ അവർ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ആ ഷോർട്ട് ടേം സൊല്യൂഷനിൽ അവർ തൃപ്തരാകത്തില്ല. കാര്യം ഈ ഇഷ്യൂ ഷോർട്ട് ടേം സൊല്യൂഷനിൽ ഈ ഇഷ്യൂ വീണ്ടും ഉണ്ടായേക്കാം. അവിടെയാണ്. അപ്പം അവർക്ക് വേണ്ടത് ലോങ് ടൈം ഇഷ്യൂ ആണ്, ലോങ് ടൈം സൊല്യൂഷൻ ആണ്. ലോങ് ടൈം സൊല്യൂഷനിൽ ഈ പ്രശ്നം വീണ്ടും ആവർത്തിക്കുകയേയില്ല. ഇപ്പം ലോങ് ടൈം സൊല്യൂഷൻ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ആ ലോങ് ടൈം സൊല്യൂഷന് വേണ്ടിയിട്ട് 2-ാമത്തെ അധ്യായത്തിൽ അർജുനൻ സറണ്ടർ ആവുന്നു. ഇവിടെ അർജുനൻ അറിയാം 6 തരം ആൾക്കാർ, 6 തരം പാപകൃത്യങ്ങൾ ചെയ്യുന്നവര് 6 തരം തെറ്റുകൾ ചെയ്യുന്നവര് മഹാപാപികളാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. വൈദിക പ്രമാണങ്ങൾ അനുസരിച്ചിട്ട് ആക്രമികൾ 6 കൂട്ടരാണ്. 1 വിഷം കൊടുക്കുന്നവൻ, 2 വീടിന് തീ വയ്ക്കുന്നവൻ, 3 മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, 4 സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, 5 ഭൂമി കയ്യേറുന്നവൻ, 6 അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. കലിയുഗത്തില് ഈ 6 എണ്ണവും നമുക്ക് എവിടെയും കാണാൻ പറ്റും, ഇല്ലേ? കളിച്ച് മറ്റൊന്നും കൊണ്ട് പറയുന്നല്ല, നിയമസഭയ്ക്കകത്ത് പോലും ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതി വിഭ്രമഃ. ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുപോയിട്ട് നമ്മൾ ആക്രമികളാവുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം 6 കൂട്ടരെ ഒരിക്കലും വൈദിക പ്രമാണം അനുസരിച്ചിട്ട് ഭൂമിയിൽ ജീവനോടെ വെച്ചിരിക്കാൻ പാടില്ല. ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ ഭരണഘടന പോലും ശിക്ഷാവിധികള് തീർപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റുകയുള്ളൂ. ഇപ്പൊ ഇവരെ പറ്റി അർജുനൻ ചോദിക്കുന്നുണ്ട്. അർജുനൻ അറിയാമെങ്കിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എടുത്ത് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ വിളിക്കുമ്പം, മാധവ എന്ന് വിളിക്കുമ്പം നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ആ മാധവന്റെ കൂടെ നമ്മൾ മാധവ എന്ന് വിളിക്കുമ്പോൾ മാധവൻ വരികയാണ് നമ്മുടെ വീട്ടിലേക്ക്. അപ്പൊ കൂടെ ആരുണ്ടാവും? മഹാലക്ഷ്മി തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ലക്ഷ്മിപതിയെ, നമ്മുടെ ഐശ്വര്യ ദേവതയും കൂടെ നമ്മൾ വിളിക്കണം. ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഭഗവാനെ വിളിക്കുമ്പോൾ ലക്ഷ്മിപതി ലക്ഷ്മി ദേവി സ്വാഭാവികമായിട്ടും കൂടെ വരും. അതേസമയം ലക്ഷ്മി ദേവിയെ നമ്മൾ മാത്രം വിളിക്കുമ്പോൾ ലക്ഷ്മി ദേവി വരാതൊന്നും ഇരിക്കത്തില്ല, പക്ഷെ അതേപോലെ ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് നമുക്ക് ഐശ്വര്യം വന്നും പോയി ഇരിക്കുന്നു. ചിലർ പറയാറുണ്ട്, പണമൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതെങ്ങോട്ടാണ് പോകുമെന്ന് അറിയത്തില്ല, അതേപോലെ പോകുന്നുമുണ്ടെന്ന് പറയും. ലക്ഷ്മി ദേവി വരുമ്പം പണം ഇരിക്കുന്നുണ്ട്, ലക്ഷ്മി ദേവി പോകുമ്പം പണവും കൂടെ പോകും. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ലോങ് ടൈം സൊല്യൂഷൻ എന്ന് പറയുന്നത് ഭഗവാനെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ്. വിടരുത്. ഒരു പ്രാവശ്യം നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ വിടരുത്. നമ്മൾ ശ്രീനാഥജി ടെമ്പിളിൽ പോകുമ്പം മറ്റേ ക്ഷേത്രത്തെ പോലല്ല, പെട്ടെന്ന് അടച്ചു കളയും. എന്തുകൊണ്ട് അടയ്ക്കുന്നേ അറിയാമോ? ഒരുപാട് ശ്രീനാഥജി ഇവിടുത്തെ ടെമ്പിളിന്റെ, കൃഷ്ണന്റെ അമ്പലത്തിന്റെ പേരാണ് ശ്രീനാഥജി ടെമ്പിൾ. അപ്പൊ നാഥദ്വാരെ പോയി കഴിഞ്ഞാലും ശ്രീനാഥജി തന്നെയാണ്, ഇതേ വിഗ്രഹം തന്നെയാണ്. ഈ ക്ഷേത്രം പെട്ടെന്ന് അടയ്ക്കും, ഫ്രീക്വന്റ്ലി ആയിട്ട് അടയ്ക്കും. ദർശനമുണ്ട്, 11 മണി വരെ ദർശനമുണ്ട്, പക്ഷെ ഇതിനിടയ്ക്ക് ഒരേ പ്രാവശ്യം അടയ്ക്കും. ഒരുപാട് പ്രാവശ്യം തുറന്നു വെച്ചുകൊണ്ടിരിക്കത്തില്ല. എന്താണെന്ന് അറിയാമോ കാര്യം? സുമാജിയൊക്കെ എന്നും പോകുന്നതാണ്. ഇല്ല, അതറിയില്ല പ്രഭു. ഞാൻ വിചാരിച്ചത് എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടയ്ക്കുന്നത്. എന്തോ
അദ്ദേഹത്തിനെ റിട്ടൈൻ ചെയ്യാനാണ് ഈ ഒരു അതെ 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 അതാണ് നമ്മൾ ചെല്ലുമ്പം ഭഗവാൻ പരമദയാലുവാണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വരും. അപ്പം അവിടെ ഇരിക്കുന്ന ഭക്തർക്ക് അത് ഇഷ്ടമല്ല. ഭഗവാൻ പോകരുത്, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് ക്ലോസ് ചെയ്യും. ശ്രീനാഥിന്റെ അമ്പലം ഇവിടെ അല്ലാതെ പിന്നെ വേറെ എവിടെയുള്ളത്? സ്മിത മാതാജി പറയും കൃത്യമായിട്ട്. അല്ല അവിടെ ഇങ്ങനെ അറിയില്ല അല്ലെ? എന്താ പറഞ്ഞ പ്രധാജി? അല്ല അവിടെ ഇങ്ങനെ തന്നെയാണോ ചോദിക്കാം? സെയിം ഡേറ്റ്. അതെ 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 അതെ, ഞാൻ പോയിട്ടുണ്ട്. സെയിം ഡേറ്റ്. രാജസ്ഥാനിലല്ലേ? അതെ അതെ, ഉദയ്പൂർന്ന് 35 കിലോമീറ്റേഴ്സ്. നമുക്ക് ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടൊരു യാത്ര പോണം അവിടേക്കൊക്കെ. നല്ല ടെമ്പിളാണ്. ഞാൻ പ്രഭുവിന്റെ അടുത്ത് പറയായിരുന്നു നമുക്ക് ആദ്യം പോകേണ്ടത് വൃന്ദാവനത്തിലാണെന്ന്. ഞാൻ മിസ്സായി. ഞാൻ ഹോളിക്ക് പോയെങ്കിൽ അവിടെ പോകാൻ പറ്റില്ല. നമുക്ക് കോവിഡ്, ചൈന കോവിഡ്, ഞാൻ അങ്ങനെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ. ചൈന കോവിഡ് കഴിയുമ്പോഴത്തേന് നമുക്ക് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. എന്താ സ്മിത മാതാജി? പോവാൻ കാത്തിരിക്കുകയാണ്. അല്ലാതെ പ്രഭുവിനെ അറിയാലോ, നമ്മള് 2 വർഷം കൂടുമ്പോഴെങ്കിലും ഒരിക്കൽ പോവാറുള്ളതാണ്. കഴിഞ്ഞ തവണ പോകാൻ പറ്റിയിട്ടില്ല, ഈ വർഷം അപ്പൊ നമുക്ക് കുറച്ച് ചെറിയൊരു ട്രിപ്പായിട്ട് നമുക്ക് പോകാം. തീർച്ചയായിട്ടും വൃന്ദാവനാണെങ്കിൽ 100% നമുക്ക് ഒരു. യെസ്. അപ്പം വലിയ ട്രിപ്പിന്റെ കൂടെ അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ചെറിയ കുറച്ച് പേരായിട്ട് പോകുമ്പം നമുക്കൊരു ഒന്നുകൂടെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. കുറച്ച് പേരായിട്ട് നമുക്ക് പോകാം, നമ്മുടെ ഈ കൂട്ടർ ഫാമിലി ഒക്കെ ആയിട്ട് മാത്രം. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞത് പ്രഭു, ഇതിനകത്ത് നമ്മൾ ഈ ഭാവാർത്ഥം വായിച്ചപ്പോഴേ ഇതിനകത്ത് ഈ ആദതാനി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആദതാനി എന്ന് പറയുന്നതാണ് ആദതായിന. അതിന്റെ ശരിക്കും സംസ്കൃതത്തിൽ ആദതായി എന്നാണ് വാക്ക്. എന്നുള്ളത് ലാസ്റ്റ്. അപ്പൊ ഈ ആദതായി എന്ന് പറയുന്നത് ഈ പറയുന്ന 6 ശിക്ഷ, അത് വധശിക്ഷ വിധിക്കപ്പെടാൻ നമ്മളെ മലയാളത്തിലൊരു വാക്കുണ്ട്, പറയാൻ അറിയത്തില്ല, നമ്മൾ കഴിവേറെന്ന് പറയും. കഴിവെന്ന് വെച്ചാൽ കഴിവ് കയറാൻ തക്കത്തിലുള്ള കുറ്റം ചെയ്തവൻ എന്നുള്ളതാണ്. അതൊരു നല്ലൊരു പദമാണ് ശരിക്കും പറഞ്ഞു. പക്ഷെ അത് വേറൊരു കോണ്ടസ്റ്റ് ഉദ്ദേശിച്ച് പ്രയോഗിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ 6 കുറ്റങ്ങളും ശരിക്കും പാണ്ഡവര് അടുത്ത് കൗരവർ ചെയ്തു കഴിഞ്ഞതാണ്. ഇവര് വനവാസത്തിൽ പോയപ്പോഴത്തേക്ക് ഈ 6 കുറ്റവും ചെയ്തു. അവസാനം പറയുന്ന ഡിസോണർ ഓഫ് വൈഫ് എന്ന് പറയുന്ന ഇപ്പൊ ദ്രൗപദിയും ചെയ്തു. അപ്പൊ ഏത് രീതിയിലും ഇവർക്ക് വധശിക്ഷ അറിയിക്കാനാണെന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ടുവരികയാണ് അവിടെ. എന്നിട്ടും തുടർന്നിട്ട് എന്നാലും അവർ ക്ഷമിക്കാന്നുള്ളൊരു. അതെ, ശരിക്കും പറഞ്ഞ അർജുനന്റെ ആ ഒരു മാനസികാവസ്ഥയിൽ ഈ അറ്റാച്ച്മെന്റിന്റെ അങ്ങേറ്റം ക്ലൈമാക്സ് നിൽക്കുകയാണ്. ട്രൂ ഒബ്സർവേഷൻ ആണ് സുധീഷ് പറഞ്ഞത്. മാത്രമല്ല വേർഡിന്റെ അർത്ഥം കറക്റ്റ് ആണ്. ആദതായി എന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണ്. വരുമ്പോഴാണ് അത് വരുമ്പോ ആണെങ്കിലും എന്ന് സൂചിപ്പിക്കാനാണ് വന്നേക്കുന്നത്. ഞാൻ എടുത്തു നോക്കി, കറക്റ്റ് ആണ്. സത്യം. ആദതായി എന്ന് മാത്രമേ ഉള്ളൂ. ഏത് വേഴ്സ്, ഏത് ചാപ്റ്ററാണ് ഇപ്പൊ പറയുന്നത്? 2ാമത്തെ അധ്യായത്തില് 36ാമത്തെ ശ്ലോകമാണ്. ഫസ്റ്റ് ചാപ്റ്റർ. എന്താണോ ഇപ്പോഴും 2 എന്ന് പറയുന്നത്? രാവിലത്തെ കുട്ടികളുടെ ക്ലാസ് 2nd ചാപ്റ്റർ ആണ് പോകുന്നത്. അതുപോലെ പ്രഭുവിന്റെ ഒരു പെർമിഷൻ കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും. നമ്മുടെ 2 കുത്തിടുന്നുണ്ടല്ലോ, വിസർഗം. ഈ സംസ്കൃതത്തിൽ കുത്തിടുമ്പോഴത്തേക്ക് ഞാൻ 5ലും 6ലും സംസ്കൃതം പഠിച്ചു, പിന്നെ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഈ 2 കുത്തിടുമ്പോഴത്തേക്ക് ആ കുത്തിന് ശേഷം പായ അല്ലെങ്കിൽ കുറച്ച് വാക്കുണ്ട്, പാ, അതുപോലെ തന്നെ ഇതിലെല്ലാം വരുന്നുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോ നമ്മളെ കുത്തിന് അതിനകത്തൊരു ഫ ചേർക്കും അതിനകത്ത്. അതായത് എഫ് ചേർക്കും അതിനകത്ത്. അപ്പൊ അതായത് ആചാര്യ പിതര പുത്ര എന്നൊരു നേരത്തിലുണ്ട്, ശ്ലോകത്തിലുണ്ട്. അവിടെ ചേർക്കും. പക്ഷെ മറ്റിപ്പോ നമ്മള് ഹത്വൈതാണ് പറയുന്നിടത്ത് 2 ആ വിസർഗം വന്നിട്ട് ഹാ ചേർക്കും. പക്ഷെ ഇവിടെ അതുപോലെ തന്നെ സായും കായും ഒക്കെ വരുന്നിടത്ത് വരുന്നിടത്ത് ഹാ മാത്രമേ പറയത്തുള്ളൂ. സാ വരുന്നിടത്ത് അത് ഡബിളിങ് ആവും. അതിനൊരു ഡബിൾ ശബ്ദം വരും അവിടെ. അല്ല, അതുണ്ട്. അതെന്താന്ന് വെച്ചാ നമ്മുടെ ഇവിടെ വരുന്നത് ഷായ്ക്കും വരും തോന്നുന്നത്.
അല്ല അതിപ്പോ നമ്മുടെ ഇപ്പൊ 34 ഇല്ലേ 34 മാതുല ശശുര പൗത്ര അവിടെ ശാല സംബന്ധ അവിടെ സ ഡബിൾ ആയിട്ട് കുറച്ചും കൂടെ പ്രസ് ചെയ്ത് പറയും. അതെ അതെ അതിനുണ്ട് അടുത്ത ശ്ലോകത്തിലും ഉണ്ട്. അടുത്ത ശ്ലോകത്തിലും അതേ ഒരു പ്രീതിഹ എന്ന് പറഞ്ഞിട്ട് ആ പ്രീതിസ്യ എന്നുള്ളത് രണ്ടാണ് വരുന്നത്. കാരണം ഇത് പലപ്പോഴും പ്രഭു വായിക്കുമ്പോൾ അവിടെ ഡബിൾ ഇതായിട്ട് വരും. പക്ഷെ എനിക്ക് അതിന്റെ കാര്യം അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടെ എടുത്ത് റിഫ്രഷ് ചെയ്തായിരുന്നു നമ്മളെ പഴയ സംഭവങ്ങൾ. സുധീഷ് പ്രഭു ഇപ്പൊ പറഞ്ഞത് എന്താണ്? പ്രീതി ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? നമ്മുടെ ഇതിനകത്ത് ശ്ലോകത്തിൽ വിസർഗം വന്നതിന് ശേഷമുള്ള വാക്ക് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് സ ഷ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ വാക്കിന് ഡബിൾ സ്ട്രെസ് കൊടുക്കും. ഓക്കെ, അതല്ല പായാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് എഫ് ആണ് ചേർക്കുന്നത്. മീൻസ് ആ ഹായ്ക്ക് പകരം എഫ് ആണ്. ആ എഫിന്റെ ഒരു ഹാഫ് എഫ് ആണ് വരുന്നത്. അപ്പൊ അത് വായിക്കുമ്പോൾ വളരെ, കാരണം സംസ്കൃതം പലപ്പോഴും പറഞ്ഞു വെച്ചാൽ ദേവ ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ അത്രയും ശുദ്ധിയോടെ പറയണമെന്നാണ് പറയുന്നത്. മീൻസ് അപ്പൊ അതുകൊണ്ടാണ് എനിക്കും പലപ്പോഴും വായിക്കുമ്പോൾ അത് വീണ്ടും എനിക്ക് ഡൗട്ട്, ഞാൻ പറയുന്നത് ശരിയാണോ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകളൊക്കെ പറഞ്ഞ അവസാനം ഒരു 2 വരികൾ പറയുന്നത് എന്തെല്ലാം നമ്മളെല്ലാം സമസ്താപകാരവും എന്തോ അപരാധവും പൊറുക്കണേ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഇവിടെ ഇത് പറയാറില്ലെങ്കിലും അങ്ങനെ ശരിക്കും ഒരു പതിവുണ്ട്. നമ്മൾ തെറ്റുകളെല്ലാം പൊറുക്കണം. കാരണം വായിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും തെറ്റ് പറയാറുണ്ട്. അതൊക്കെ തെറ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സെർച്ച് ചെയ്ത് നോക്കിയതാണ് ഈ ഒരു സംഭവം വിഷയം. ഹരേ കൃഷ്ണ. സുധീഷ് ജി പറഞ്ഞ ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് ഞാൻ വീണ്ടും നോട്ട് ചെയ്യുന്നത്. എല്ലായിടത്തും പറയുമ്പോൾ സമസ്ത അപരാധവും പൊറുക്കണെന്ന് പറയും, അതായത് കായേന വാച മനസ്സേന്ദ്രിയ ഈർവ. പക്ഷെ ഇവിടെ പറയുന്നില്ല. പക്ഷെ പറയാത്തതിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രത്യേകിച്ച് ഇവിടെ നമ്മള് ആരെ കുറിച്ചാണ് പറയുന്നത്? ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് പറയുന്നത്? നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ടായിട്ടാണ് പറയുന്നത്. ചില തെറ്റുകൾ ഉണ്ടാകും. അണ്ടർസ്റ്റുഡ് ആണ്. ഭഗവാൻ ഭാവഗ്രാഹിയാണ്. ഒരിക്കലും ആ തെറ്റിനെ പിടിച്ചുകൊണ്ട് നമ്മളെ ശിക്ഷിക്കത്തില്ല ഭഗവാൻ. എന്താണോ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് അത് ഭഗവാൻ എടുക്കും. പത്മനാഭ മരപ്രഭു എന്ന് പറയുമ്പോൾ കളിയാക്കി. നിന്റെ പ്രഭു മരമാണോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ തന്നെ വിളിച്ചു പറഞ്ഞു, യെസ്, ഞാൻ മരവുമാണ്, മരപ്രഭുവുമാണ്. അവിടെയാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. അതേസമയം ഭഗവാൻ നമുക്ക് ഡെമോക്രാറ്റിക് ലെവലാണ്. ഭഗവാൻ നമ്മളോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. പക്ഷെ അതേസമയം സുധീഷി പറയുന്നത് വളരെ അത്യാവശ്യമാണ്. മറ്റ് മന്ത്രങ്ങള്, മറ്റ് തന്ത്രങ്ങള്, ഈ പറഞ്ഞിരിക്കുന്ന വിസർഗവും പിന്നെ ഇത് പറയുന്നത് ദീർഘവും ഒക്കെ വളരെ കൃത്യമായിട്ട് ചൊല്ലിയില്ല എന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം മാറും. അതിനനുസരിച്ചിട്ടുള്ള വിധികളായിരിക്കും അല്ലെങ്കിൽ ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇതൊക്കെ വളരെ പിന്നെ എന്താ പറയുന്നത്, കൂലംകുഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ കായേന വാച വളരെ അത്യാവശ്യമായിട്ട് വരുന്നത്. അത് വന്ന് ഭഗവാന്റെ അടുത്ത് സാഷ്ടാംഗം പ്രണമിക്കണം. കാര്യം ഇതെല്ലാം ഞാൻ ഭഗവാനാണ് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ യഥാവിധിയുള്ള ആ ഒരു ഫിൽട്ടറൈസേഷൻ വന്നിട്ട് ഭഗവാന് സമർപ്പിതമാകത്തുള്ളൂ. ഹരേ കൃഷ്ണ. ഇവിടെ 6 തരം പാപകൃത്യങ്ങൾ ചെയ്യുന്നവരെ കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അർജുനൻ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അർജുനെ കൊണ്ടുപോകുന്നത്. ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഈ 6 തരത്തിലുള്ള പാപകൃത്യങ്ങൾ ചെയ്തവരെ ഈ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല എന്നുള്ളത് ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് അർജുനൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഭഗവാൻ അത് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അവര് മരിച്ചു കഴിഞ്ഞു. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നീ കൊന്നു എന്നൊരു നിമിത്തമായിട്ട് മാത്രമേ വരത്തുള്ളൂ. കാര്യം നീയാണത് ചെയ്യേണ്ടത്. കാര്യം നിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ്.
നീ ക്ഷത്രിയനായിരുന്നു, നീ ആയോധന കല പഠിച്ചവനാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഈ ആയോധന കല പഠിച്ചത്, അതുകൊണ്ട് നീ ഇത് ചെയ്യണം. ഒരു വിദഗ്ധനായ ഒരു ഡോക്ടർ, വളരെ വലിയൊരു വിദഗ്ധൻ, അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഞാൻ ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയാണ്. ഞാൻ ട്രീറ്റ് ചെയ്യുന്നില്ല, ഞാൻ കൺസൾട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വേറെ ആരുമില്ല, ഈ രോഗിയും കൊണ്ട് ആ ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടർ പറയുകയാണ്, ഞാൻ ഈ ട്രീറ്റ്മെന്റ് നിർത്തിയിരിക്കുന്നു, ഞാനിപ്പോ രോഗികളെ പരിശോധിക്കാറില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ? തെറ്റു. ആ ഡോക്ടറിനെ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ശരീരമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അതുപോലെ അർജുനന് യോദ്ധാവിനുള്ള ഒരു ക്ഷത്രിയന്റെ ശരീരമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ശരിക്കുള്ള എവല്യൂഷൻ തിയറി. ആ ശരീരത്തിന് അനുസരിച്ചിട്ടുള്ള, നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ശരീരമാണ് കിട്ടുന്നത്. തിരിച്ചും പറയാം, ആ ശരീരത്തിന് അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഭഗവാന് നേരിട്ട് വന്നിട്ട്, ഇപ്പൊ കൃഷ്ണൻ നേരിട്ട് വന്നിട്ട് ഒരാളെ കടിച്ചു കീറത്തില്ല. എന്തുകൊണ്ട് കടിച്ചു കീറത്തില്ല? കടിച്ചു കീറുന്ന സ്വഭാവമല്ല കൃഷ്ണനുള്ളത്. അപ്പൊ കടിച്ചു കീറുന്ന ഉള്ള ശരീരം എടുത്തിട്ട്, അതാണ് ഭഗവാൻ ചെയ്യുന്നത്. കടിച്ചു കീറുന്ന ഒരു ശരീരം എടുക്കുക, ആ ശരീരത്തിന് അനുയോജ്യമായ ആ കർമ്മം ചെയ്യുക. നരസിംഹ ഭഗവാൻ കുടൽമാല എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായ അത്രയും ക്രൂരമായ ഒരു സ്വഭാവം വരണം. അത്രയും ക്രൂരമായ ഒരു സ്വഭാവം വരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബോഡി എടുക്കണം. അവിടെ ഭഗവാൻ നരസിംഹമായിട്ട് അവതരിച്ചു. ആ സിംഹത്തിന്റെ ഡ്യൂട്ടി എന്താണ് അത് ചെയ്തെടുത്തു. അവിടെയാണ് ശരിക്കുള്ള എവല്യൂഷൻ തിയറി വരുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് അടുത്ത ജന്മം വരുന്നത് എന്ന് പറയുന്നത്. മനുഷ്യനായി പിറന്നിട്ട് ഭഗവാനെ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, മനുഷ്യനായി പിറന്നിട്ട് ഒരു മൃഗത്തിന് യോജിച്ച, ഒരു തെരുവ് നായയുടെ യോജിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ജന്മം അവൻ മൃഗമായിട്ട് വരും. ഇതാണ് ശരിക്കുമുള്ള എവല്യൂഷൻ തിയറി. അപ്പൊ നമ്മള് ഈ ജന്മം, പ്രത്യേകിച്ച് ഭാരതഭൂമിയിൽ, ഭാരതവർഷത്തിൽ ജനിച്ച നാം ഓരോരുത്തരും ഭഗവാന്റെ ദാസന്മാരാണ്. അർജുനനെ പോലെ സാത്വികമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അർജുനനെ പോലെ ഭഗവാന് മുന്നിൽ ശരണാഗതി പ്രാപിച്ച് ഭഗവാനോടാണ് ചോദിക്കേണ്ടത് എന്ത് വേണം, എന്ത് ചെയ്യണം എന്നത്. തീർച്ചയായിട്ടും നമ്മള് ഒരു കഥ പറയാം. നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കുന്നുണ്ട് ശരിക്കും, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള ആഹാരം നമ്മൾ കഴിക്കും. പക്ഷേ ഈ ആഹാരം മൊത്തം നമ്മുടെ ശരീരത്തേക്ക് പ്രയോജനപ്പെടുത്തിയിട്ട് അതിന്റെ ഒരു റിമൈനിങ് വേസ്റ്റിനെ നമ്മൾ പുറന്തള്ളാറുണ്ട്, ഇല്ലേ? ദിവസവും, ഇല്ലേ? അതുപോലെ അത് ആ ഒരു ഓപ്പറേഷൻ പ്രോസസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഫലം? വയറിന് സുഖമില്ലായ്മ വരും. നമ്മൾ പറയും ദഹനക്കേട് വന്നെന്ന് പറയും. ചിലർ പറയും വയറ് സ്തംഭിച്ചെന്ന് പറയും. ആകെ കൂടി ഒരു പ്രശ്നമായിരിക്കും. നമുക്ക് ശരീരത്തിന് സുഖമില്ലാതെ വരും ചുരുക്കത്തിൽ. ശരിയല്ലേ? അതുപോലെ നമ്മള് ബ്രീത്ത് എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്രാണായാമോ അല്ലെങ്കിൽ ബ്രീത്ത് എക്സർസൈസോ എന്തൊക്കെ ചെയ്യും. ബ്രീത്ത് എടുത്തിട്ട് ഒരു ചെറിയ ഒരു നിമിഷം നമ്മൾ ബ്രീത്ത് ഉള്ളില് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് പുറത്തോട്ട് വിടുന്നത്, ഇല്ലേ?
ഇതിനെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ശ്വാസം മുട്ടും, മരണത്തിലേക്ക് കലാശിക്കും. അതുപോലെ നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ കാമം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഇതാണ് കൗരവർക്കുണ്ടായത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഓരോരുത്തരിലും കാമം, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ. സ്മിതമാതാജി ഇത്രയല്ലേ ഉള്ളു? അതെ, ഇത്രയും സാധനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലുണ്ട്. ഇവൻ നമ്മളിൽ കൂടി വരുമ്പോഴത്തേന് ടോക്സിക് ആവും, വിഷമയമാവും, ടോക്സിക് ആവും. ഇവനെ പുറത്ത് കളയേണ്ടത് വളരെ ആവശ്യമാണ്. ഇവനെ പുറത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ശരീരം സുഖമായിട്ടിരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ മനസ്സ് സുഖമായിട്ടിരിക്കത്തുള്ളൂ. എല്ലാം ഉണ്ട്. ചിലർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് മാത്രമല്ല നമ്മളോടൊക്കെ ഒരുപക്ഷെ സംസാരങ്ങളിൽ പറയുമായിരിക്കാം, ഒക്കെ ഉണ്ട്, പക്ഷെ മനസ്സിനൊരു സുഖമില്ല. എന്താണെന്ന് അറിയാൻ വയ്യ. ആ സുഖമില്ലായ്മ, മനസ്സിന്റെ സുഖമില്ലായ്മ എവിടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളിൽ കാമവും ക്രോധവും മതവും ലോഭവും മോഹവും മാത്സര്യവും ഒക്കെ നിൽക്കുകയാണ്. ഇത് പുറത്തോട്ട് പോകുന്നില്ല. ഇവനിങ്ങനെ കെട്ടിക്കിടന്നുകൊണ്ട് ശരീരം ടോക്സിക് ആവുകയാണ്. ഇവനെ പുറത്ത് വിട്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവനെ പുറത്തു കളയാനുള്ള ഏറ്റവും വലിയ ഉപായവും ഒരേ ഒരു ഉപായവും ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. നിരന്തരമായി നമ്മൾ ഇതേപോലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയും ഭഗവത്ഗീത വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കാമവും ക്രോധവും മതവും ലോഭവും മോഹവും മാത്സര്യ ചിന്താഗതിയുമെല്ലാം അറിയാതെ പുറത്തോട്ട് പോകും, അറിയാതെ പുറന്തള്ളും. ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ വരും. മത്സരിച്ചിട്ട് അവിടെയാണ് പൂന്താനം നമ്പൂതിരി ചോദിച്ചത്, കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഭഗവാനെ വിളിക്കുക. സച്ചിദാനന്ദമയം, എപ്പോഴും സത്ത് ചിത്ത് ആനന്ദം. ഭഗവാനെ അല്ലാതെ വേറൊരാളെയും ഇങ്ങനെ ഇങ്ങനെ ഒരു നാമം പ്രയോഗിച്ചിട്ടില്ല. സച്ചിദാനന്ദ സ്വരൂപൻ, സത്ത് ചിത്ത് ആനന്ദ സ്വരൂപൻ, നമ്മുടെ മനസ്സിന് ആനന്ദം തരുന്ന സ്വരൂപൻ ഭഗവാനെ. സ്വരൂപൻ, രൂപമുള്ളവൻ. ബ്രഹ്മവാദികൾ പറയും ഭഗവാന് രൂപമില്ല എന്നുള്ളത്. 12ാമത്തെ അധ്യായത്തിലോട്ട് പോകുമ്പം ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. 12ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് എനിക്ക് രൂപമുണ്ടെന്ന്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ചിലർ സ്കിപ്പ് ചെയ്യും 12ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. പല ബ്രഹ്മവാദികളും സ്കിപ്പ് ചെയ്തു.
മണിലാൽജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞങ്ങള് വന്ന് കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അല്ല, ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടു. പിന്നെ ഇത് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കല്ലേ, അതിന്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വളരെ സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ വാക്കുകൾ വീണ്ടും കേട്ടാനുള്ള ഭാഗ്യം അതാണ്. സച്ചിദാനന്ദ സ്വരൂപനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. സത്ത്, ചിത്ത്, ആനന്ദം. നമ്മള് അതുപോലെ തന്നെ നമ്മളൊരു പടി കെട്ടുമ്പോൾ പോലും, നമ്മൾ ഭഗവാനെ വെക്കുമ്പോൾ പോലും നമ്മൾ എന്തുകൊണ്ടാണ് ഈ 3 സ്റ്റെപ്പ് വെക്കുന്നത്? ഭഗവാനെ ഓർമ്മിച്ചിട്ടാണ്. സത്ത്, ചിത്ത്, ആനന്ദം. 1, 2, 3. നാലാമതൊരു പടി വെക്കൂല. വേറൊന്നുമല്ല ഇതിനകത്ത് കാര്യങ്ങൾ. ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ കയറുന്നത്. ഭഗവാനെ നമ്മുടെ ഗൃഹത്തിലേക്ക് വേണം. മാധവ, ലക്ഷ്മിപതി, അങ്ങ് വന്നെങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവി എന്നോടൊപ്പോഴും എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഭഗവാന്റെ നാമം വിളിക്കുമ്പോൾ ആ ഭാഗ്യദേവത നമ്മുടെ മനസ്സിൽ വരുമ്പോഴത്തേന് നമ്മുടെ ശരീരത്തിൽ ടോക്സിക്കിന് ശരിക്കുമുള്ള മലയാളം എന്താ സുധീഷ് ജി പറയുന്നത്? മ്യൂട്ടാണ്. വിഷം തന്നെയാണ്. വിഷം. ആ വിഷങ്ങളെ പുറന്തള്ളാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെങ്കിലും എനിക്ക് അങ്ങനൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പോലും മനസ്സിൽ എന്നാലും അവൻ അല്ലെങ്കിൽ അവൾ നമ്മളോട് അങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ എന്തിന് ഞാൻ അവൻ അങ്ങനെ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒക്കെ മാത്സര്യബുദ്ധി നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ മാത്സര്യ സ്വഭാവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും. ഒരു ഉദ്യോഗസ്ഥയുണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിൽ. അവരാണ് ഏറ്റവും വലിയ ആള് എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും. അതില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. വളരെ ഹാർഷായിട്ടാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. മീറ്റിങ്ങുകളിൽ പോലും ഞാൻ ഏതൊക്കെ ആണെന്നുള്ള രീതിയിലുള്ള ആ ശബ്ദത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു 5 മണിക്ക് 4 മണിക്ക് പേപ്പർ കൊടുക്കുവാണ്. ടുഡേ ഈസ് യുവർ ലാസ്റ്റ് വർക്കിംഗ് ഡേ. ഒന്നുമല്ലാതായി കഴിഞ്ഞു. അതുവരെ പെരുമാറിയ ആ ബിഹേവിയർ, ആ പെരുമാറ്റം മറ്റുള്ളവർക്ക് അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ആ ലാസ്റ്റ് മൊമെന്റിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഒന്നും ആരും പരിഗണിച്ചില്ല. ഒരുപക്ഷെ ഒരുപാട് കോൺട്രിബ്യൂഷൻ അവർ ചെയ്തിട്ടുണ്ടാവാം. ആ കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടായിരിക്കാം അവർ അത്രയും ഒരു പ്രൗഡ് കാണിച്ചത്. പക്ഷെ ആ പ്രൗഡിന്റെ ലാംഗ്വേജ് മാറിപ്പോയി. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം. അർജുനനെ പോലെ വീണ്ടും ഹംബിൾ ആവണം. അപ്പോൾ അർജുനനെ സഹായിക്കാൻ ഭഗവാൻ വന്നതുപോലെ ജനാർദ്ദന നമ്മളെ സംരക്ഷിക്കാൻ ആ ജനാർദ്ദനൻ തീർച്ചയായിട്ടും വരും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ ശ്ലോകം ഒന്ന് വായിക്കാം അല്ലേ? ഒരുമിച്ച് 1, 2, 3, 4 സ്റ്റാർട്ട്. ഡോക്ടർ ജി, ഞങ്ങള് ആദ്യത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകമാണ് വായിച്ചത്. ഒരുമിച്ച് വായിക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ. റെഡിയായി. ഒരെണ്ണം ഒന്ന് മ്യൂട്ടോ എന്താ ചെയ്യാൻ, അല്ലെ എക്കോ വരുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്യാം.
ഒരുമിച്ച് ചെയ്യാം. സ്മിത മാതാജി. പ്രഭു ഡോക്ടർ കേട്ടിട്ടില്ലല്ലോ, ഡോക്ടർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്ന് സ്മിത മാതാജി ചൊല്ലി കൊടുത്തോളൂ. പാപം ഏവാശ്രയേദസ്മാൻ പാപം ഏവാശ്രയേദസ്മാൻ പാപം ഏവാശ്രയേദസ്മാൻ അദ്വൈതാനാതതായിനഃ അദ്വൈതാനാതതായിനഃ തസ്മാന്നർഹാ വയം ഹന്തും ധാർതരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനാ ശ്യാമ മാധവ. കൂടെ ആക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്ക് ഉചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്തു നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? അർജുനന് ആ കാമമില്ലായ്മ, ക്രോധമില്ലായ്മ, മോഹമില്ലായ്മ, ലോഭമില്ലായ്മ, മാത്സര്യമില്ലായ്മ എന്തുകൊണ്ട് വന്നു? ഭഗവാൻ അടുത്തുണ്ടായതുകൊണ്ട്. ഭഗവാൻ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കൗരവർക്ക് ഇതുണ്ടായി. എന്തുകൊണ്ടുണ്ടായി? ഭഗവാൻ അടുത്തില്ല. ഇതാണ് വ്യത്യാസം. ഭഗവാൻ അടുത്തില്ലാത്തത് കൊണ്ട് അവർക്ക് പരാജയം പറ്റി. ആ കുടുംബം മുഴുവൻ തകർന്നു. ഇവിടെ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി ആ ശ്ലോകം വായിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. 1 2 3 4 സ്റ്റാർട്ട്. പാപമേവാശ്രയേദസ്മാൻ ധർതരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ മാധവ. പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ജസ്റ്റ് അർജുനൻ ചില ചോദിച്ചതാണ്. 6 തരത്തിലുള്ള അക്രമികളെ, 6 തരത്തിലുള്ളവരാണ് അക്രമികൾ എന്നുള്ളത് വൈദിക പ്രമാണം അനുസരിച്ചിട്ട്. 1 6 കൂട്ട വിഷം കൊടുക്കുന്നവൻ, 2 വീട് തീവെക്കുന്നവൻ, 3 മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, 4 സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നവൻ, 5 ഭൂമി കയ്യേറുന്നവൻ, 6 അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. ഭഗവാൻ പറയുന്നുണ്ട് ഇവരെ എല്ലാം വൈദിക പ്രമാണം അനുസരിച്ചിട്ട് ഇവരെയൊന്നും ഭൂമിയിലെ രക്ഷിച്ചേക്കാൻ പാടില്ല. നമ്മുടെ ശിക്ഷാവിധികളും അതനുസരിച്ചിട്ടാണ്. പിന്നെ വീണ്ടും പറയുന്നുണ്ട് ഐശ്വര്യ ദേവതയുടെ നാഥൻ എന്നർത്ഥമുള്ള മാധവ. മാധവ എന്നാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ രക്ഷക എന്നുള്ള മീനിങ് വരുന്നത്. ജനാർദ്ദന എന്ന് അഭിസംബോധന ചെയ്തു. ഇവിടെ ലക്ഷ്മി ദേവി ലക്ഷ്മിപതിയായതുകൊണ്ട് മാധവ എന്ന് അഭിസംബോധന ചെയ്തു. ഹരേ കൃഷ്ണ. സുരേഷ് അയ്യർ അവർകളാണോ ലേഖമാതാജിയാണോ വന്നിരിക്കുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ വീഡിയോ ഓൺ ചെയ്യൂ. മണിലാൽജിയുടെ മൈക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് പിടിക്കണം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വീക്കായി പോകുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, ലേഖമാതാജി എന്തെങ്കിലും പറയാനുണ്ടോ ഈ ശ്ലോകത്തില്? ഇല്ല പ്രഭു, എല്ലാം പ്രഭു പറഞ്ഞല്ലോ, ഇനി എന്താ പറയാനാ. എന്നാലും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. S20 അൾട്രാ ഡോക്ടർ ജിയുടെ തന്നെയാണല്ലേ? അതൊരു എണ്ണം കൂടെ ഞാൻ വെച്ചിരിക്കുന്നത് ഇടയ്ക്ക്. നന്നായി നന്നായി. നമ്മള് ഈ കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചു തരാമെന്ന് വെച്ച് വെരി ഗുഡ്, ഇത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. കാണിച്ചോളൂ, നമ്മുടെ സെഷൻ കഴിഞ്ഞു. അതെ, ഹരേ കൃഷ്ണ. സുധീഷ് ജി, ലാസ്റ്റിൽ എന്തെങ്കിലും പറയാനുണ്ടോ ഇതില്? ഇല്ല പ്രഭു, ഒന്നുമില്ല. വിദ്യാജി? ഇല്ല. ഇല്ല. ഹരേ കൃഷ്ണ. സ്മിത മാതാജി? കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടിട്ട് പറയാം പ്രഭു. ഓക്കെ. അപ്പം സുമാജിയും എല്ലാം നോക്കി നിൽക്കുക. യഥാരൂപം വായിച്ചതിനു ശേഷമുള്ള അനുഭവം പറയുക. ഓക്കെ, ഹരേ കൃഷ്ണ. നമുക്കറിയാം മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്നത് രാമനാണ്. അതേപോലെ ലീലാ പുരുഷോത്തമാണ് കൃഷ്ണൻ. ആൻഡ് പുരുഷോത്തം ക്ഷേത്ര എന്ന് പറയുന്നത് ജഗന്നാഥ് പുരിയാണ്. നമ്മൾ ജഗന്നാഥിന്റെ കഥകൾ അന്ന് ഒരുപാട് നമ്മള്
ഡിസ്കസ് ചെയ്തു. പുരുഷോത്തം ക്ഷേത്ര എന്ന് പറയുന്നത് ജഗന്നാഥ് പുരിയാണ്. അതെ. ആൻഡ് ഈ പുരുഷോത്തം മാസത്തില് വേറൊരു പ്രത്യേകതയുള്ള, നിങ്ങൾക്ക് അറിയായിട്ട് ഈ ഹിരണ്യ കശിപുവിനെ നരസിംഹ ഭഗവാൻ കൊന്ന ഒരു കഥയുണ്ടല്ലോ. ആ കഥ ശരിക്കും ബ്രഹ്മാവിന്റെ അടുത്തുനിന്ന് ഹിരണ്യ കശിപു വരം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഞാന് ആഴ്ചയിലെ ഈ 7 ദിവസത്തിലും മരിക്കാൻ പാടില്ല, 12 മാസങ്ങളിലും മരിക്കാൻ പാടില്ല, രാത്രി മരിക്കാൻ പാടില്ല, രാവിലെ മരിക്കാൻ പാടില്ല, എന്നെ മനുഷ്യരാരും കൊല്ലാൻ പാടില്ല, ദേവന്മാര് കൊല്ലാൻ പാടില്ല, മൃഗങ്ങൾ കൊല്ലാൻ പാടില്ല, വെപ്പൺസും കൊണ്ടൊന്നും കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹിരണ്യകശിപു ബ്രഹ്മാവിന്റെ അടുത്തുനിന്ന് വരം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ സ്ക്രിപ്റ്റേഴ്സ് പ്രകാരം നരസിംഹ ഭഗവാൻ അപ്പിയർ ആയത്, പ്രത്യക്ഷപ്പെട്ടത് ഈ പുരുഷോത്തം മാസത്തിലാണ്. അതായത് അപ്പൊ ഈ പുരുഷോത്തം മാസം പറയുന്നത് ഈ 12 മാസങ്ങളിൽ പെട്ട ഒരു മാസം അല്ലല്ലോ. അപ്പൊ ബ്രഹ്മാവിന്റെ എല്ലാ എന്താ പറയാ ആ കണ്ടീഷൻസും ഇൻടാക്ട് ആയിട്ട് വെച്ചിട്ട് ഭഗവാൻ പുരുഷോത്തം മാസത്തില് വന്നിട്ടാണ് ഹിരണ്യകശിപുവിനെ വധിച്ചതെന്നാണ് ഞാൻ വായിച്ചത്. ആൻഡ് ഹിരണ്യകശിപു എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളുടെ അഹങ്കാരമാണ്. ആൻഡ് ഈ അധിക് മാസത്തിൽ അല്ലെങ്കിൽ ഈ പുരുഷോത്തം മാസത്തില് നമ്മള് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നരസിംഹ ഭഗവാൻ നമ്മളുടെ എല്ലാ പ്രഭു നേരത്തെ പറഞ്ഞു 6 ഡിഫക്ട്സ് നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രഭു സംസാരിച്ചു. മണ്ഡൽ പ്രഭു 6 ഡിഫക്ട്സും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അതായത് നമ്മുടെ പുരുഷോത്തം മാസം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ മലം, അതായത് മോശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടും, ഡിസ്ട്രോയ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ പ്രഭു പറഞ്ഞ 6 കാര്യങ്ങൾ: കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം. ഇതെല്ലാം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പോയി അത് ശുദ്ധീകരിക്കപ്പെടാൻ ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. നല്ല മെസ്സേജ് തന്നു. നമുക്ക് മറ്റേ ഇത് ചൊല്ലാം, ഗോവർദ്ധനതരം വന്ദേ. അതെ, ഗ്രൂപ്പിലിട്ടുണ്ട് ആശയ്ക്ക്. ഗോവർദ്ധനതരം വന്ദേ ഗ്രൂപ്പിലിട്ടുണ്ട് ആശ. എന്റെ ഷെയർ കിട്ടിയിട്ടില്ല, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. സ്മിത മാതാജി ചൊല്ലിക്കോളൂ. പ്രഭു, ഇതിന്റെ സാൻസ്ക്രിറ്റ് കിട്ടിയോ? പ്രഭുവിന് ഓർമ്മയുണ്ടോ? ഒരു 2-3 പുരുഷോത്തം മാസം വന്നതിന് മുന്നേ, അതായത് ഒരു 6 വർഷം മുന്നേ നമ്മുടെ ശ്രീവല്ല പ്രഭു ഇത് രണ്ടും ചൊല്ലിയിട്ട് മെയിലും തന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ഞാൻ അതിൽ കേട്ടിരിക്കുന്നത് പ്രഭു ശാരദം പുരുഷോത്തമം എന്നാണ്. അത് തന്നെയാണ് കറക്റ്റ്. ശാരദം, അതായത് ശാരദം എന്ന് പറയുന്നതിന് അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ മനോഹരം. ഇപ്പം പിന്നെ സുധീഷ് പ്രഭു സംസ്കൃതം ശാരദം എന്ന് പറയുന്നത് അല്ലേ? ശാരദം എന്നല്ലേ പറയുന്നത് മനോഹരത്തിന് വേണ്ടിയിട്ട്? ശാരദം വളരെ മനോഹരം എന്നാണ്. പ്രഭു ഇന്ന് രാവിലെ ചൊല്ലിയപ്പോ അത് ശരദമാണോ ശാരദമാണോ ശരദമാണോ എന്നൊരു ഡൗട്ട് വന്നപ്പോ എനിക്ക് ഡൗട്ടായി. ബിക്കോസ് ഞാൻ ഓൾറെഡി കേട്ടിരിക്കുന്നത് ശാരദം പുരുഷോത്തമം എന്നാണ്. എന്നിട്ട് ഗൂഗിളില് യൂട്യൂബിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു പ്രഭു, പക്ഷെ ഈ 4 വരി എവിടെ എനിക്ക് കിട്ടിയില്ല പ്രഭു. ശാരദം എന്ന് തന്നെയാണ്. ശാരദം മനോഹരം. അതായത് മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ ശാരദം ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളം നമ്മൾ പഠിച്ച മീനിങ് ശാരദം, വളരെ മനോഹരം, ശാരദ, മനോഹരി. നമ്മൾ പേരിട്ടിരിക്കുന്നത് പലർക്കും പേരിട്ടിട്ടുണ്ട്, ശാരദി, ശാരദ. ഇത് യൂട്യൂബിലുണ്ട് കേട്ടോ, ഈ ഒരു യൂട്യൂബിലുണ്ട്. ഇത് മോളല്ലേ? അതെ അതെ. അതല്ലാണ്ട് ഈ ലാസ്റ്റത്തെ 4 വരി അതിലില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ശാരദം മനോഹരം, ശാരദം പുരുഷോത്തമം. So I offer my obeisance to Navaghanashyam Krishna, who has the color of a fresh rain cloud, who is holding the flute with his 2 hands. I worship Purushottama, who is so beautiful, Sharadham.
So beautiful in his yellow dress, Pidambara. So beautiful, yellow his address, Pidambara. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് സ്പെല്ലിംഗ് പീതാംബരത്തിന് PI ആണ്. നാളെ പറയുകയാണ് പീതാംബരം ഇല്ല, പീതാംബരം എന്നേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വായിച്ചു പഠിച്ചത് പീതാംബരം എന്നാണ്. അപ്പൊ അതുപോലെ ഇവിടെ ശാരദം എന്ന് തന്നെയാണ് നമുക്ക് വായിക്കാം. വായിച്ചോളൂ മാതാജി. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഗോവർദ്ധനധരം വന്ദേ ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം വന്ദേ നവഘനശ്യാമം ത്രിഭുജം മുരളീധരം ത്രിഭുജം മുരളീധരം പീതാംബരധരം ദേവം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപ എന്തോ 3 തവണ വായിക്കണോ ചോദിച്ചത്. ഒരുമിച്ച് വായിക്കാം. പ്രഭു. ഓക്കെ, 1 2 3 4 സ്റ്റാർട്ട് 3 ടൈംസ്. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. ദിവസവും ഈ മഹാമന്ത്രം നമ്മൾ വിളക്ക് കൊളുത്തിയിട്ടോ വിളക്ക് കൊളുത്തല്ലാത്തപ്പോഴോ എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ ഈ പുരുഷോത്തമ മാസം മുഴുവൻ ഇതൊരു 3 പ്രാവശ്യം നമ്മൾ വായിക്കണം. വൃന്ദാവനത്തിനെ കുറിച്ചിട്ടാണ്, ഭഗവാനെ കുറിച്ചിട്ടാണ്, ആനന്ദത്തെ കുറിച്ചാണ്. എപ്പോഴും ഉത്സവമാണ്, ഉത്സവത്തെ കുറിച്ചിട്ടാണ്. ഗോകുലോത്സവമേ ഈശാനം, ഭഗവാന്റെ ഉത്സവത്തെ കുറിച്ചിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇതേപോലെ ഭഗവാനോടൊത്തുള്ള ഉത്സവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏവോ മന്ത്രസസ്യ നാമാനി യാനി തസ്മാത് ഏവം തസ്മാത് ഏകം കർമ്മ തസ്. ഹരേ കൃഷ്ണ. തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്നിഗ്ധ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി. സ്നിഗ്ധ മുടിയൊക്കെ വെട്ടിയോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല. സ്നിഗ്ധ ഹരേ കൃഷ്ണ.